തമാശ കളിയാ. നാട്ടുകാർക്ക് വേണ്ടിയാണ് ജീവിക്കണത്. എന്റെ ചേട്ടൻ തല്ലുണ്ടാക്കുന്നതും കൊലപാതകം നടത്താൻ ശ്രമിക്കുന്നതും ആൾക്കാർ ഉപദ്രവിക്കുന്നതൊക്കെ നാട്ടുകാർക്ക് വേണ്ടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ ചേട്ടൻ പാവാണ്. ഇടക്കിടക്ക് പിന്നെ ആരെങ്കിലും തല്ലുപിടിക്കാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പോവും, അത്രേ ഉള്ളൂ. മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ എന്താണ്, ആഭ്യന്തരമന്ത്രിയായിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ രമേശ് ചെന്നിത്തല അങ്ങോട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. കാപ്പ ചുമത്തി പലരെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് BJP കൗൺസിലറെ വീട്ടിൽ കയറിയാണ് പോലീസുകാർ കോടതി ഉത്തരവും കൊണ്ട് അറസ്റ്റ് ചെയ്തത്. അതും വെറുതെ പോയി പിടിച്ചോണ്ട് വന്നതല്ല, ഇത്തിരി ബുദ്ധിമുട്ടി. അപ്പൊ ഡീൽ ആര് തമ്മിലാണ്? അറസ്റ്റ് ചെയ്യുന്ന രംഗങ്ങൾ ഞാൻ കാണിച്ചു തരാം, ഇപ്പൊ ഇട്ടുതരാം. രക്ഷപ്പെടൂല അങ്ങേര്, രക്ഷപ്പെടൂല. അത് തന്നെയാണ് ഞാൻ പറയണത്. കാപ്പ ചുമത്തി ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അയാൾ ചെയ്ത കുറ്റം ഏകദേശം ഏത് തരത്തിലുള്ളതായിരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. വെറുതെ ഒരാളുടെ മേത്ത് കാപ്പ ചുമത്തൂലല്ലോ. കാപ്പ ചുമത്തപ്പെട്ട ഒരാള് രക്ഷപ്പെടൂല. അത് തന്നെയാണ് ഞങ്ങളും പറയണത്. രക്ഷപ്പെടൂല അങ്ങേരെന്നല്ല, ആരും രക്ഷപ്പെടൂല. എപ്പോഴെങ്കിലും പിടിക്കപ്പെടും. ഒരു 9 കാലമായിക്കാണ് ഒരു പ്രകോപനം ഇല്ലാതെ കയറി വരുമായിരുന്നു. എനിക്ക് എൻ്റെ 14 വയസ്സും 8 വയസ്സുമായ മക്കളുടെ മുമ്പിൽ വെച്ച് തള്ളി കയറിയിട്ട് വന്നിട്ട് ഉപദ്രവിക്കുമായിരുന്നു. ഇത് നമ്മുടെ അറസ്റ്റ് ചെയ്യപ്പെട്ട BJP കൗൺസിലർ സുഗതന്റെ ഭാര്യയാണ്. വർഷങ്ങളായിട്ട് ആഭ്യന്തരവാഴ എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് കേട്ടിരുന്നു. ഇനിയിപ്പോ ഇങ്ങനെ ഒരു നീക്കമൊക്കെ നടക്കുമ്പോ അങ്ങനെ ഒരു പ്രയോഗത്തിന് പ്രസക്തി ഇല്ല. ശരിയല്ലേ? ഞാൻ വരാന്ന്. അവിടെ ചെന്നിട്ട് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാലോ. എന്നെ ഒന്ന് ഷർട്ട് ഇടാൻ അനുവദിക്കൂ പ്ലീസ്. ഞാൻ വരാന്ന്. കോടതി ഉത്തരവോ? എന്നെ ഷർട്ട് ഇടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞോ കോടതി? ഞാൻ ഷർട്ട് എടുത്തേ സാറേ, ഞാൻ ഷർട്ട് എടുത്തേ. തമാശ കളിയാ. നാട്ടുകാർക്ക് വേണ്ടിയാണ് ജീവിക്കണത്. എന്റെ ചേട്ടൻ തല്ലുണ്ടാക്കുന്നതും കൊലപാതകം നടത്താൻ ശ്രമിക്കുന്നതും ആൾക്കാർ ഉപദ്രവിക്കുന്നതൊക്കെ നാട്ടുകാർക്ക് വേണ്ടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ ചേട്ടൻ പാവാണ്. ഇടക്കിടക്ക് പിന്നെ ആരെങ്കിലും തല്ലുപിടിക്കാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പോവും, അത്രേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ നാട്ടുകാർക്ക് വേണ്ടിയാണ്. അത് മനസ്സിലാക്ക്. കൗൺസിലർ ചേരുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? ഒരു കൗൺസിലറിനെയാണ്, ഒരു BJP കൗൺസിലറിനെയാണല്ലോ. അയ്യോ, ഞാനിവിടുത്തുകാരൻ അല്ല, സോറി. ഞാനിപ്പോ വന്നിട്ടുള്ളൂ. എനിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പിടിയിട്ടിട്ടില്ല. ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് പറയാട്ടോ. വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഭാര്യയും കുട്ടീനെയൊക്കെ അടിച്ചു എന്നൊക്കെ പറയുന്നു. ഭാര്യയും കുട്ടിയൊക്കെ അടിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ഇതിന്റെ കറക്റ്റ് അറിഞ്ഞില്ല, ഒന്നും നോക്കിയിട്ടില്ല. അവരങ്ങനെ പലതും പറയും. അല്ല അവരങ്ങനെ പറഞ്ഞല്ലേ. ഞാനൊന്ന് നോക്കട്ടെ. അല്ല, അവൻ പറയണ കൃത്യമായിട്ട് നമുക്ക് എല്ലാം വിശ്വസിക്കാൻ പറ്റൂല. അല്ല സത്യമായിരിക്കും. എന്നാലും ഒന്ന് അന്വേഷിക്കട്ടെ. അല്ലേ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ കേട്ടോ. ആശുപത്രി വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ നിന്നും നേരെ പോയത് വൈദ്യപരിശോധനയ്ക്കായിട്ട് ജനറൽ ആശുപത്രിയിലേക്കായിരുന്നു. അവിടെ എത്തിയ വൈദ്യപരിശോധന പൂർത്തിയായ ശേഷമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. വീട്ടിൽ കിടന്ന് എന്നെ ജനപ്രതിനിധിയായിട്ട് മത്സരം ജയിച്ചെടുത്താണ്. എന്നെയാണ് അവർ കാപ്പ കേസിൽ പ്രതിയാക്കിയത്. അതെന്താ മിസ്റ്റർ കൗൺസിലർ, ജനപ്രതിനിധിയായിട്ട് മത്സരിച്ചു കഴിഞ്ഞാൽ ഈ കേസുകളിൽ നമ്മളെ പ്രതിയാക്കാൻ പറ്റില്ലേ? നമ്മൾ അങ്ങനെയുള്ള ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കേസിൽ പ്രതിയാക്കുമല്ലോ. തന്നെയല്ല, എത്രയോ കേസുകളിൽ എത്രയോ നേതാക്കന്മാർ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്നിട്ട്. അതൊക്കെ അറിയാലോ. ഇതൊന്നും അറിയാതെ ഒന്നും അല്ലല്ലോ. അപ്പൊ എന്താണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് മുതിരുമ്പോ ഇതൊക്കെ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് വിചാരിച്ചിട്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണത്? വീട്ടിൽ കയറി അറസ്റ്റ്, എന്റെ ഭാര്യ എന്റെ മൈനായിട്ട് കൊച്ചിനെ ചൗക്കുറ്റി അടിച്ചിട്ട് ഇവർ വെടിവെച്ചിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. വെടിവെച്ചിട്ടാണോ അറസ്റ്റ് ചെയ്തത്? വെടിവെക്കാനുള്ളൊരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതിനാ. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ പോലീസ് വന്ന് വിളിക്കുമ്പോൾ അത് തെളിയിക്കാനായിട്ട് അവരുടെ കൂടെ പോവല്ലേ വേണ്ടത്? ഈ ഒളിച്ചിരിക്കുക, പിന്നെ സ്ത്രീകളെ മുമ്പിൽ നിർത്തിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ശ്രമിക്കുമ്പോഴാണല്ലോ ഈ പോലീസിന് കൂടുതൽ ബലപ്രയോഗങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. എന്നാലും വെടിവെച്ചിട്ട് വേറെ പരിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. അതൊക്കെ നല്ല കാര്യമാണ്, ജനങ്ങളോടൊപ്പം മരണം വരെ ഉണ്ടാവുന്നത്. പക്ഷെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാകരുത്, അത്രേ ഉള്ളൂ.
ജനങ്ങളെ പിടിച്ചെടുക്കുന്ന ഞാൻ മീഡിയ കൊണ്ട് പറയാം. ജനങ്ങളിലൊപ്പം ഞാൻ ഉണ്ടാവും, മരണം വരെ ഉണ്ടാവും. എന്നെ ജയിപ്പിച്ചത് എന്റെ ജനങ്ങളാണ്. ഇവിടെ ഞാൻ നിന്നോടല്ല മീഡിയനോടാണ് പറയണത്. ജനങ്ങളാണ് എൻ്റെ കൂടെ ഉള്ളത്. ജനങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ചിലപ്പോൾ ഞാൻ ജനങ്ങളെ എന്തും ചെയ്യും. അല്ല ഇല്ല, വാഴത്തോട് ജനങ്ങൾക്ക് ഒപ്പം ഞാൻ ഉണ്ടാവും. യവന്മാർ ഈ ഒളിവ് കിടക്കുന്ന ഭരണം 369 വിധവാ നിമിഷം ഒപ്പിട്ടിട്ടുണ്ട്. പറയാനുള്ളതൊക്കെ പറഞ്ഞു.